ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലാണ്. അതായത് ഇന്നലെ രാത്രി ഞങ്ങളൊരു പമ്പിലാണ് വണ്ടി ഇട്ടത്. അതായത് ഈ കാണുന്നത് ഒരു HP പമ്പാണ്. ഈ കാണുന്നത് അതിൻ്റെ തൊട്ട് ബേക്കിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, ഇന്നലെ ഞങ്ങൾ ഇവിടെ വണ്ടി ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അല്ലേ? നിങ്ങൾ രാവിലെ എണ്ണ അടിക്കുമോ? ഗൈസ്, നമുക്ക് ഒരു തുള്ളി എണ്ണയില്ല, എണ്ണ അടിച്ച് ഞങ്ങൾ ഇട്ടോളാം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നു കേട്ടോ. അപ്പം നമുക്ക് പൊല്യൂഷൻ എടുക്കണം. പുറത്തോട്ട് എടുക്കുന്ന ബുദ്ധിയല്ല, ഫൈൻ കിട്ടും. നല്ല രീതിയിൽ എഴുതി. ഗൈസ്, നമുക്ക് ഫൈൻ അടി കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ആദ്യം പോയിട്ട് ഫുൾ ടാങ്ക് എണ്ണ അടിക്കണം. പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് പൊല്യൂഷൻ എടുക്കണം. കാരണം നമ്മുടെ വണ്ടി ഇത്ര നാൾ ഇന്ത്യയിൽ ഇല്ലായിരുന്നു, പിന്നെ കസ്റ്റംസിൻ്റെ അണ്ടറിലായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ കസ്റ്റംസിൻ്റെ അണ്ടറിൽ നിന്ന് വണ്ടി നമ്മൾ റിലീസ് ചെയ്ത് നമ്മുടെ കൈ കിട്ടിയത്. അപ്പം നമുക്ക് ഇന്നലെ രാത്രിയാണ് വണ്ടി കിട്ടിയത്. അപ്പോൾ നമുക്ക് പൊല്യൂഷനോ കാര്യങ്ങളോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇന്ന് രാവിലെയാണ് നമുക്ക് പൊല്യൂഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ പൊല്യൂഷൻ ആദ്യം എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ്, നോക്കൂ, ഇവിടെ വെയിലുണ്ടെങ്കിൽ ഒരു മങ്ങിയ കാലാവസ്ഥയും പെട്ടെന്ന് ഇരുട്ടാവുന്ന ഒരു കാലാവസ്ഥയാണ് കൊൽക്കത്തയിൽ. AC പോലും ഇടാൻ പറ്റില്ല, അത്രയും തണുപ്പാണ്. ഇനി വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് വരാൻ നേരത്ത്, വണ്ടിക്ക് അന്ന് സംഭവിച്ച ഈ ഒരു സംഭവം കണ്ടോ. ഇത് അന്ന് പിന്നെ ഇവിടെ വെച്ചായിരുന്നില്ല, പിന്നെ മേഘാലയ വെച്ചാണ് ചെറിയൊരു ഓഫ് റോഡ് നടത്താൻ വേണ്ടി പോയതാണ്. അവസാനം പണി കിട്ടി. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്, ഇതങ്ങോട്ട് ഇച്ചിരി കൂടെ ഹൈറ്റ് കൂട്ടണം അല്ലേ, ഈ സാധനം തട്ടാതെ. ഗൈസ്, നോക്കൂ, ആ ഒരു സംഭവം ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു സാധനം നാട്ടിൽ ചെന്ന് ചെയ്യണം. പിന്നെ അതുപോലെ ഈ ഗ്രില്ല് കണ്ടോ, ഈ ഗ്രില്ലിന്റെ ഭാഗത്ത് ഈ സംഭവങ്ങൾ മൊത്തം പോയിട്ടോ. അവിടെ പോയി പിന്നെ വണ്ടി ഫുള്ള് ചെളിയാണ്. എവിടെയെങ്കിലും വാട്ടർ സർവീസ് കിട്ടുവാണെങ്കിൽ വാട്ടർ സർവീസ് ചെയ്യണം. അല്ല, ഞങ്ങൾ കിടന്നുറങ്ങി കഴിഞ്ഞു, ഫുള്ള് വൃത്തിയാക്കിയിട്ടാണ് കിടന്നുറങ്ങി. കാരണം എലി കയറിയോന്ന് ചെറിയ സംശയമുണ്ട് വണ്ടിയുടെ. എലി കയറിയെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കേട്ടോ. കാരണം എലിയുടെ കഷ്ടം കിട്ടി. ഗൈസ്, നോക്കൂ, ഇപ്പൊ വണ്ടിയുടെ ബേക്കിലേക്ക് വരാൻ നേരത്ത് വലിയ കുഴപ്പങ്ങളോ അല്ലേ, ഒരു രീതിയിലുള്ള കുഴപ്പമില്ല. ഞങ്ങൾ ബോറിലും സ്ക്രാച്ചും എല്ലാം നോക്കി. അതായത് ഈ കാണുന്ന ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് അവിടുന്ന് വണ്ടി ഷിപ്പ് ചെയ്തത്. അപ്പോൾ ആ പുള്ളി അവിടെ ലോഗോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് യൂസ് ഇൻ ടൈറ്റാനിയം ലോജിസ്റ്റിക്സ്. ഗൈസ്, നോക്കൂ, ഏതാണ്ട് 2,36,000 വണ്ടി അവിടുന്ന് ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്യുന്നത്. അതായത് മലേഷ്യ പോർട്ട് ക്ലാങ്കിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് ഷിപ്പ് ചെയ്യാൻ 2,36,000. അവിടുന്ന് ഇന്നലെ വണ്ടി റിസീവ് ചെയ്ത് 1,10,000 രൂപയ്ക്കാണ്. ഈ പ്രാവശ്യം 85,000 പറഞ്ഞ് അവിടെ എത്തി. പിന്നെ അത് 1 ലക്ഷമായി. പിന്നെ കൂടിയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് പറഞ്ഞ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അവരുള്ളത് അല്ലേ. ഗൈസ്, നോക്കൂ, വേറൊരു കാര്യം കേട്ടോ. ഈ കൊൽക്കത്തയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നല്ലവരാണ്. കാരണം ഞങ്ങളുടെ വണ്ടിക്ക് അത് പൈസ ഉണ്ടായിരുന്നു. ഞങ്ങളത് അന്ന് മലേഷ്യയിൽ നിന്ന് എടുക്കാൻ മറന്നുപോയതാണ്. സത്യം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തപ്പല് കുറേ ചില്ലറ പൈസയും കുറച്ച് ഡോളർ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അവരതൊന്നും എടുത്തില്ല കേട്ടോ. അതേപോലെ വലിയ ഡോളറായിട്ടില്ല, അതായത് 5,000 രൂപ താഴെയുള്ള അത്രയും പൈസ ഉള്ളു. അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമില്ല, അവർക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതൊക്കെ എഴുതി കൊടുക്കും. ഞാനോടത്ത ഡോളർ പോയെന്ന് അവരെടുത്തത് വെച്ചാൽ ഡോളർ അതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഗൈസ്, നോക്കൂ, അപ്പൊ നമ്മൾ അവിടുന്ന് മറ്റേ സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ രാജ്യത്തോട്ട് കടക്കാൻ വേണ്ടി നോക്കിയില്ലേ, അന്നപ്പോ എടുത്ത ഡോളറാണ് അല്ലേ, സിംഗപ്പൂരിൻ ഡോളർ. ഡോളറിന് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്തത് ഭയങ്കര സമ്പാദം ഞങ്ങൾ എടുത്തു വെച്ചു. ഗൈസ്, നോക്കൂ, വേറൊരു കാര്യം, വണ്ടിയുടെ അവിടെ ഇവിടെയൊക്കെ കുത്തിപ്പൊളിച്ചിട്ടും പിന്നെ അതേപോലെ എല്ലാം നോക്കിയിട്ടൊക്കെ ഇതുണ്ടോ ഈ സംഭവം. ഈ വണ്ടിയുടെ ഞാൻ ഇരിക്കുന്ന ഈ ഭാഗത്തൊരു സാധനം ഉണ്ട് കേട്ടോ, സ്വിച്ച് ബോർഡ്. കാരണം എന്തെങ്കിലും കടത്തുന്നുണ്ടെന്നൊക്കെ നോക്കാനായിരിക്കും. ഇതൊക്കെ ഫുള്ള് പൊളിച്ചായിരുന്നു. ഇത് ഞാൻ ഇപ്പൊ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ കുറെ ഭാഗങ്ങൾ ഫുള്ള് ഇന്ത്യയിൽ ഫുള്ള് അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ലോക്കാക്കി ഇട്ടാക്കുന്ന മറ്റേ ഇതില്ല, അതിന്റെ പേരിനെ നമ്മുടെ പണപ്പെട്ടി, അതെങ്ങനെ അവർ തുറന്നു. അതിന്റെ നമ്പർ ലോക്ക് അവരൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയില്ല സത്യമായിട്ടില്ല. ഞങ്ങളുടെ പെട്ടി വരെ അവർ തുറന്നു. ഞാൻ വണ്ടി കയറട്ടെ, വണ്ടി സ്റ്റാർട്ടാക്കട്ടെ, എന്നിട്ട് ആദ്യം പോയി എണ്ണ അടിക്കണം. അതിന് ശേഷം നമുക്ക് പൊല്യൂഷൻ എടുക്കാം. ഈ 2 കാര്യം നമുക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയുണ്ട്. അതിന് ശേഷമാണ് ഇവിടുന്ന് വണ്ടി എടുക്കുക. നമ്മുടെ താക്കോലുണ്ടോ, ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ടാഗ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. 2 താക്കോലുണ്ടായിരുന്നു. ഒരെണ്ണം വീട്ടിലാട്ടോ. ലിവിൻ അതിൻ്റെ അകത്ത് കുടുങ്ങി. കാരണം ലിവിനിപ്പം കയറാൻ പറ്റുന്നില്ല. കണ്ടോ, ഞങ്ങൾ കിടന്ന സ്ഥലം അതേപോലെ കിടപ്പുണ്ട് കേട്ടോ. നോക്കിയേ, അതിനാ സ്റ്റാർട്ടാവൂടാ. ഓ, രക്ഷപ്പെട്ടു പോലെ വണ്ടി സ്റ്റാർട്ടായി. വേണ്ട, അതിൽ നല്ല ചെറുതാകുമ്പോൾ പെട്ടെന്ന് ചാർജ് ആയിക്കോളൂ. ഇത് ഞങ്ങൾ തായ്ലൻഡിൽ നിന്ന് മേടിച്ചു ഉപ്പാട്ടോ. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയുണ്ട്. എടാ, ആ തുണി എടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റണം. ഇവിടെ എവിടെയെങ്കിലും ഇട്ടോ കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്, കുറേ പരിപാടിയുണ്ട്. നീ അതിൻ്റെ മുമ്പേ അത് ടാഗ് ചെയ്യാൻ പറ്റുമോ നോക്കടാ ലിബി. ഇല്ല, അതിൻ്റെ അത് ബേക്കിലെ സാധനങ്ങളെല്ലാം പോട്ടാ. ഞാൻ പോയി ടാഗ് ചെയ്തിട്ട് വരാം. നീ ഇരിക്കുന്ന ഇവിടെ ടാഗുണ്ട്. AC ഒക്കെ വർക്ക് ചെയ്യണ്ട, വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്കാണെങ്കിൽ ആ ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്ലാനും പദ്ധതിയും
രമ്മത്ത് സ്പൈസേറ്റ് ഒക്കെ എടുക്കാൻ നേരത്തെ ആൾക്കാർ നോക്കി എടുക്കുക, ഒന്ന് ആലോചിക്കുക. പക്ഷെ നമ്മള് എയർ ഇന്ത്യ ആണ് അങ്ങനെ പ്രശ്നം വരുന്നത്. എയർ ഇന്ത്യ ടിക്കറ്റ് അതിനെക്കാളും പൈസ കുറവായിരുന്നേ. അല്ല നമ്മൾ എയർ ഇന്ത്യ ടിക്കറ്റ് എടുത്തില്ല. എന്തിൽ കൂടെ നീ ടാഗ് ചെയ്യുക? പിന്നെ ഒരു 4-5 അതുകൊണ്ട് സ്ക്രൂ അടിച്ചിട്ട് കെട്ടി വെച്ചാലോ? 4-5 സ്ക്രൂ അടിച്ചിട്ട് കെട്ടി വെച്ചാലോ? എബിനെ ആ ഡോറ് കളയണ്ട. ഡോറ് കളഞ്ഞാൽ പണി കിട്ടും. നമുക്ക് അങ്ങനത്തെ അടിക്കാൻ പറ്റിയില്ല എന്നെ. ഇത് ലാബോസ് വെച്ച് പോയതായത്. എബിനെ ഈ പ്രാവശ്യം നമുക്ക് വണ്ടി മൊത്തം പണിയണേ. എബിനെ നമുക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ നമുക്ക് കണ്ടറിഞ്ഞ് ഇപ്പൊ ചെയ്യട്ടോ. അവനെ സത്യം പറഞ്ഞാൽ എന്തൊരു നഷ്ടമാണെന്നറിയാമോ? ഈ വഴിക്ക് യൂറോപ്പിൽ പോകുവായിരുന്നേല് ഈ സെയിം പൈസ വ്യത്യാസമൊന്നും ഇല്ല. എത്ര ലാഭം കിട്ടിയാണ്. ഇതിപ്പോ നമുക്ക് എങ്ങനെ പോയാലും ഇനി ഒരു 6 ലക്ഷം രൂപ നഷ്ടം ഉണ്ടായി അല്ലേ? പിന്നെ നമുക്ക് 6 ലക്ഷം രൂപ മറ്റേ യൂറോപ്പ് പോകണമെങ്കിൽ ലാഭിക്കായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടിയുടെ ഓരോ ഗതി അല്ലേ? പിന്നെ നമ്മുടെ ആ വണ്ടി അന്നാ മറ്റേ കാന ചാടിയതിന്റെ ചെറിയൊരു അലോയ്മെന്റ് വ്യത്യാസമുണ്ട്. ഉണ്ടോ? ഇല്ലേലും 5 പണി എടുത്തിട്ട് പോവാം കേട്ടോ. എവിടെയാ അവിടെ തന്നെ സ്ക്രൂ അടിക്കുന്നേ? ഊരുവാ? ഊരി അടിക്കുവാ? പിന്നെ നീ ആ താഴെ അതിൽ കൂട്ടിട്ടുണ്ടോ അടിക്കവനെ? അതിനാ അതിന്റെ ഊരിയേ ഷോ. പിന്നെ നീ ആ പിടിയെ കൂട്ടിട്ടോണ്ടോ അങ്ങോട്ട് അടിക്കവനെ? വേറെ എവിടെയാ ഇരിക്കുന്നത് ഈ സാധനം? എന്നാ സംഭവം ചാട്ടിയെ കുറച്ച് സാധനം ഇരിക്കുന്നതാണ്. നമുക്കിത് മേളിൽ നിന്ന് അയക്കിൽ ഇച്ചിരി പാടാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടിയിൽ കുറേ സ്പീഡർ ജിമ്പർ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ആ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരി എടുക്കുമ്പോഴത്തേനും ഈ സാധനം എല്ലാം ഊരി മാറ്റും. അതേ സമയത്ത് നമുക്ക് എംബസി പോകണം. എംബസി പോകണമെന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ മറന്നു. ഞങ്ങൾ അടുത്ത യാത്രയുടെ ഭാഗമായിട്ട് 2 സ്ഥലത്തോട്ടുള്ള വിസ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യം കിട്ടുമല്ലോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്കൊന്ന് എംബസി പോകണം. ആ എംബസി പോയിട്ട് കിട്ടുമല്ലോ എന്ന് അതിന് ശ്രമിക്കണം. അതിനുശേഷം വേണം ബാക്കി കാര്യങ്ങൾ. ഇതിന്റെ ബാത്റൂം മുതൽ എല്ലാം പണിയാണ്. ലീക്കാട്ടോ, എല്ലാ സാധനങ്ങളും ലീക്കാണ്. ഇതെന്തായാലും അത്യാവശ്യം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കിട്ടുവാണെ ഭാഗ്യം കേട്ടോ അല്ലേ? കിട്ടിയ ഊട്ടിയില്ലെങ്കിൽ കിട്ടാൻ പാടാണ്. ഒരു 99% കിട്ടൂല. ചെറിയതായിട്ട് പനി അടിച്ചോന്ന് കോൾഡിന്റെ ചെറിയ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ എന്റെ ആപ്പിളിന്റെ ചാർജർ എല്ലാം പോയിട്ടോ. അപ്പം തൽക്കാലം ഇതേ ഉള്ളു ഓപ്ഷൻ. ഇത് കണ്ടോ, ഇത് കുത്തുക. വേറെ ഓപ്ഷൻ ഒന്നും ഞാൻ കാണുന്നില്ല. എണ്ണ അടിച്ചിട്ട് വരാം. എണ്ണ അടിച്ചിട്ട് രണ്ടാമത് മറ്റേ ബെൽറ്റ് ഇടൂലേ, രണ്ടാമത് പൊല്യൂഷൻ ഇട്ടിട്ട് വരാം. ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സത്യം പറയാലോ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഈ സാധനം ഓടിക്കാൻ വേണ്ടി. ദേവി പറഞ്ഞ കാര്യം കേട്ടോ, ഈ വണ്ടി ഓടിക്കാൻ്റെ സുഖം ഈ വണ്ടിക്ക് മാത്രമേ കിട്ടുള്ളൂ. വേറെ ഒരു വണ്ടിക്ക് കിട്ടൂല. എത്രയോ വണ്ടിയെ നമ്മൾ സഞ്ചരിച്ചു. ഇന്നലെ ഞാൻ സഫാരിയെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ സഞ്ചരിക്കുമ്പോ അതിനൊരു ഫീലിംഗ്. പക്ഷെ അതിനേക്കാളും ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാവലിൽ സഞ്ചരിക്കുമ്പോഴാണ് പൊങ്ങിയിരുന്ന് നമുക്ക് മറ്റുള്ള വണ്ടിയുടെ അകത്ത് എന്തൊക്കെ ചെയ്യുന്നു കറക്റ്റ് മുംബൈയിലൊക്കെ പോയിട്ടുണ്ട്. എന്ത് കാണാം. ഏത് സൈഡാ? നിന്റെ സൈഡല്ലേ? അല്ലേ? എന്റെ സൈഡാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇവിടെ കയറി പക്ഷെ വൈകിട്ട് ഇവിടെ നിക്കാൻ പറ്റുന്ന എന്നോ തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പല്ലേ വൈകിട്ട്? അത് കുപ്പിയാന്ന് തോന്നുന്നു. എന്താ എവിടെ വെച്ചാക്കുന്ന കുപ്പി വെള്ളം അടിച്ചേക്കാം. ഫൈനലി ഞങ്ങള് വണ്ടി നിർത്തി ഓഫാക്കട്ടെ, കാരണം അതെങ്ങാനും പെട്ടാട്ടോ എന്നെ അടിക്കാം. ഒരു മാറ്റം സംഭവിച്ചു. ഈ സാധനം എന്റെ അടുത്തായിരുന്നു. ഇതാകെ 2-3 സ്റ്റാർട്ടിങ്ങിന് ആ വണ്ടി കിട്ടുമോ? രക്ഷപ്പെട്ടു. ഇനി നമുക്ക് അങ്ങോട്ട് നേരെ മുന്നോട്ട് എടുത്തിട്ട് ബാക്കോട്ട് അടിച്ചാൽ മതി. അവിടെ ഡീസൽ ഉണ്ട്. ബാക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ. നമുക്ക് നേരെ അവിടെ കയറിയിട്ട് എല്ലാ സംഭവം നമ്മൾ മറന്നു എവിടെ നമ്മളെല്ലാ സംഭവം മറന്നുപോയി അല്ലേ? 3 മാസം കൊണ്ട് 3 മാസം നമ്മുടെ വണ്ടി അവിടെയായിരുന്നു. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ ഓടിച്ചെന്ന് വെച്ചാൽ ഈ നമ്മുടെ വണ്ടി തിരിച്ചെടുക്കണം. അതിനാണ് ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടെ. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ HPയുടെ പെട്രോൾ പമ്പിന്റെ സൈഡിൽ കൊണ്ട് നിർത്തി. ഇതാട്ടോ പമ്പ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. ട്രക്കുകൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വേണം നമുക്കിനി ഫുൾ ടാങ്ക് എണ്ണ അടിക്കാൻ വേണ്ടി. ഡീസൽ എത്രയാടാ? 93 രൂപ മോനെ ലിറ്ററിന്. 0
ഇനി കുറയില്ല, 10 രൂപ കുറയാൻ വേണ്ടി പോവാന്നാ പറയുന്നത് അല്ലേ? ഡീസലിന്. നോക്കൂ 93 രൂപ പെർ ലിറ്ററിന്. അപ്രോക്സിമേറ്റ് മലേഷ്യൻ ഡീസലും ഈ ഡീസലും കൂടെ കൂടിയുള്ള സമൃദ്ധം ഇതായിരിക്കും. മലേഷ്യൻ ഡീസൽ എല്ലാം മൈലേജ് ആണെന്നറിയോ? 31 രൂപ 36 രൂപ അത്ര അങ്ങനെ. പക്ഷെ ഇന്നലെ എണ്ണയില്ലാതെ എത്ര കിലോമീറ്റർ ഓടിയ മലേഷ്യൻ ഡീസൽ അല്ലേ? നോക്കാം എന്തായാലും എണ്ണ അടിക്കട്ടെ, എണ്ണ അടിച്ച് തീർക്കട്ടെ. അതിന് ശേഷം ഇവിടെ പൊല്യൂഷൻ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അപ്പുറത്തെ സൈഡോ ഇതിൻ്റെ ബേക്ക് സൈഡോ അവിടെ എവിടെ എങ്ങനെയാണ് ആ സൈഡായിട്ടോ. അവിടെ പോയിട്ട് ആദ്യം പൊല്യൂഷൻ എടുക്കണം കേട്ടോ. കിതറിയാനാ പീച്ചേനാ ദാറ്റ് സൈഡേനാ? ഓ ഇവിടെ വെച്ച് കഴിഞ്ഞാല് നല്ല വലിയ പമ്പില് ഒരു വണ്ടിക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കിട്ടും. ബ്ലൂ കിട്ടും, ബാത്റൂം കിട്ടും, വെള്ളം കിട്ടും, അതിന് പൊല്യൂഷൻ കിട്ടും. ഞാൻ പറയാൻ പറഞ്ഞേ, അവിടെ ഈ കാണുന്ന ഹോട്ടലുണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കിടിലം ഫുഡ് എന്ന് വെച്ചാൽ കിടിലം ഡാലും ചിക്കനും പിന്നെ ദയ്യും നല്ല റൊട്ടിയും. വലിയ പൈസ ആയില്ല കേട്ടോ. 300 രൂപ 400 രൂപ എങ്ങാനും. കഴിക്കുന്ന പകുതി പൈസ അവിടെ ഓട്ടോ ഫുൾ ആ ഫുള്ളാണോന്ന് ചോദിച്ചാ? അതേക്കോ ഫുൾ അടിക്കണമെന്ന് ചോദിച്ചാൽ ഏട്ടാ ലിവിനെ തന്നെ ഏതാണ്ട് 43 ലിറ്റർ ഇപ്പം തന്നെ കയറി. എന്താ പോയ അല്ലേ? കഴിച്ച് നോക്കി ഏതാണ്ട് 50 ലിറ്റർ അടുത്ത് വണ്ടി കയറാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിനടാ അല്ലേ? നീ പറഞ്ഞ ശരിയാട്ടോ, ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഞാൻ എൻ്റെ വണ്ടി എപ്പോഴും ഇങ്ങനെ പോയി ചുറ്റിക്കറങ്ങി നോക്കൂട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഒരു കിലോ കുഴപ്പമോ സ്ക്രാച്ചസോ ഒന്നും വന്നിട്ടില്ല. ഈ മിറർ അവർ അഡ്ജസ്റ്റ് ചെയ്താട്ടോ അവിടുന്ന് കയറ്റി വിട്ടെ. നമ്മുടെ ഈ റൂഫ് ടൈൽ ഇതന്ന് പിന്നെ ആസാമി വെച്ച് അടിച്ചു പൊളിഞ്ഞു പോയതാണ്. അതിൻ്റെ മേലത്തെ സാധനങ്ങൾ പോയതാണ്. ഇതൊക്കെ ഇനി കൊണ്ട് പണിയണം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അതൊരു DC AC കയറ്റണം കേട്ടോ. വണ്ടി നിർത്തി വിടുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനം. അപ്പോൾ ആ സാധനം ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇതിന് കുറച്ച് പണിയുണ്ട്. അതെല്ലാം ഒന്ന് ചെയ്യിച്ച് റെഡിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരണം. ആണോ? ഓക്കെ. എത്രയാ? 46 ലിറ്റർ. നോ ബിൽ. ഓക്കെ നോക്കൂ, ഏതാണ്ട് 46 ലിറ്റർ കയറി. പൈസ കൊടുത്തരാം ലിബി. ഗൈസ് നോക്കൂ, ലിബിനുണ്ടല്ലോ എണ്ണ അടിച്ചതിൻ്റെ പൈസ കൊടുക്കാൻ പോയതാണ്. എന്നിട്ട് അവിടെ ഇച്ചിരി തള്ള അതങ്ങനെ കേട്ടോ. ഇനിയിപ്പം നേരെ വണ്ടി കൊണ്ട് നമുക്ക് പൊല്യൂഷൻ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് പൊല്യൂഷൻ എടുക്കാം കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ കണ്ട ട്രെയിനൊക്കെ അവിടെ ഇതുണ്ടോ, ആ ട്രെയിനിൻ്റെ ബോഗിയല്ല എഞ്ചിൻ്റെ പാർട്ട് കേട്ടോ. എഞ്ചിൻ്റെ പാർട്ടും കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് കിടപ്പുണ്ട് കേട്ടോ. നേരെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കേട്ടോ പൊല്യൂഷൻ്റെ സംവിധാനം ഉണ്ട്. നമ്മുടെ RC ബുക്ക് ഉണ്ടോ? അവിടെ RC ബുക്ക് ഫോട്ടോ എങ്ങനെ ഉണ്ടോ? ഒന്നും വേണ്ടല്ലോ. വേണം. ഒന്നും വേണ്ട. നമ്പർ അടിക്കുന്നു. ഇതായിരിക്കുമല്ലോ പൊല്യൂഷൻ. ഇതാണ് സംഭവം. ഇവിടെ നമ്മുടെ കേരളത്തില് മറ്റേ ലോറിക്ക് അടിക്കുന്നതിന് 150, ബസ്സിനൊക്കെ അടിക്കാൻ 150, ചെറിയ വണ്ടിക്ക് 100. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എങ്ങനെ റേറ്റിംഗ് കാര്യം നമുക്ക് അറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ 2 വണ്ടിയുടെ കഴിഞ്ഞ ദിവസം പൊല്യൂഷൻ ഞങ്ങൾ എടുത്തതേ ഉള്ളൂ. ഇത് എവിടെ കയറ്റണം ചോദിച്ചിട്ട് നോക്കിയിട്ട് എന്തോരം വണ്ടി കിടക്കുന്ന നോക്കി വലിയ വണ്ടി. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഈ വലിയ വണ്ടികൾക്ക് ഈ പമ്പിലിടാൻ വേണ്ടി 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് കാശ് കൊടുക്കും. ഇവിടെ ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നും വേണ്ട. വണ്ടി കാണിച്ചാൽ പൊല്യൂഷൻ കിട്ടും. നമ്മുടെ കേരളത്തിലാണ് വ്യത്യാസമുള്ള സിസ്റ്റങ്ങളുള്ള. ഫോണിൽ ചെയ്യുന്നു, ടെസ്റ്റ് പോലും ചെയ്യൂലേ. ഒന്നും വേണ്ടെന്നേ. ഇവിടെ വരുന്നു, വണ്ടി നോക്കുന്നു, ഇട്ട് വരുന്നു, അടിക്കുന്നു. നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നു. വണ്ടിയിൽ കുഴലും സാധനം ഒന്നും വെക്കുന്നതായിട്ട് കാണുന്നില്ല. പുള്ളി എൻ്റെ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു വണ്ടി. എൻ്റെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു. ചെക്കിങ് അഭി നീ അടിപൊളി. നോക്കൂ, ഫൈനലി ഞങ്ങൾക്ക് സാധനം കിട്ടി. എത്ര രൂപ കൊടുത്താൽ വളരെ സിമ്പിൾ പരിപാടി. ചോദിച്ചാടെ എത്രയാന്നുള്ളത്. മിലേക ഈ പുള്ളിക്കാരനാണ് ഇന്നലെ രാത്രി ഞങ്ങളിവിടെ വണ്ടി ഇടാൻ അനുവദിച്ചത്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ പിന്നെ ഡീറ്റെയിൽസ് കൊടുക്കണം, അന്നേരം വണ്ടി ഇടാൻ സമ്മതിക്കത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ആദ്യം പോയി പൊല്യൂഷൻ മേടിക്കട്ടെ. PUC എന്നാട്ടോ ഇവിടെ പറയാം. ആർക്കൊക്കെയോ സാധനം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, ഇനിയിപ്പോൾ ആ സാധനം കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ എടുത്ത് ഇത് നോക്കിയാൽ റോസയുടെ അടിവേര് നോക്കിയേ, തായ്വേര് നോക്കിയാൽ അതിന്റെ കട്ടി. ഇത് കണ്ടോ, ഇന്ത്യൻ റെയിൽവേയുടെ ഇത് കിടക്കുന്നുണ്ട്, എഞ്ചിന്റെ പാർട്ട്.
ഗൈസ് നോക്കി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ ഇപ്പൊ എന്തായാലും ഇവിടുന്ന് വണ്ടി ഇറക്കുന്നില്ല, ഞങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞ് വണ്ടി ഇറക്കുന്നുള്ളൂ. 5 മണി വരെ ഞാൻ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 മണിയാകുമ്പോൾ വരുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ സംസാരിക്കാമല്ലോ. വീണ്ടും സംസാരിക്കാൻ വല്ല വഴിയില്ലല്ലോ. നീ ആ ഫോൺ എടുത്ത ബാങ്കിന്റെ അവിടുന്ന് 500 എടുത്ത് കീശ കിട്ടും, ഒന്ന് പൈസ കൊടുക്കണം. ആണോ? ഗൂഗിൾ പേ മാരേക്കാം. എന്നാ അത് കൊടുക്കാം. എന്തായാലും ഉണ്ടല്ലോ ഇവിടുത്തെ പൊല്യൂഷൻ ഇങ്ങനെയാണോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല. എങ്കിലും കേരളത്തിൽ നിന്ന് ഒന്നും കൂടി എടുക്കണം കേട്ടോ. കാരണം കേരളത്തിൽ നിന്ന് എടുത്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെ ചെന്നാൽ ഇങ്ങനെ തന്നെയാണ്. അതിപ്പം കേരളം വിട്ട് കഴിഞ്ഞാൽ കണക്കാട്ടോ. അപ്പോൾ അതിന് ശേഷം വണ്ടി കേരളത്തിൽ ചെന്നതിന് ശേഷം ഒന്ന് എടുക്കണം. മറ്റേ സിസ്റ്റത്തിനകത്ത് കയറോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് കേരളത്തിൽ തന്നെ എടുക്കണം. അല്ല പിന്നെ അടിച്ചു നോക്കാൻ നേരത്ത് പണ്ടാരി ഇത് എടുത്തോണ്ട് നമ്മൾ ഓടി നടക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇത് എവിടുന്ന് എടുത്തെന്ന് വെച്ചിട്ടുണ്ട്, ഇവിടം വരെ വരാൻ പറ്റില്ല അല്ലേ? ഇവിടുന്ന് നമുക്ക് കേരള ബോർഡർ വരെ എത്താൻ വേണ്ടിയുള്ള സാധനം അല്ലേ? സൂമ്പി കേട്ടോ. നമ്മുടെ വണ്ടി RTO മറ്റേ പ്രശ്നവും ലോക്കാന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് 500 രൂപ വേണമെന്ന്. എന്തായാലും കേട്ടോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമ്മൾ ഇതിനൊക്കെ ഇഷ്ടംപോലെ പൊല്യൂഷൻ എടുത്തിട്ടുള്ളതാണല്ലോ. പുള്ളിക്കും സെയിം പ്രശ്നമുണ്ട്. സെയിം പ്രശ്നം. പുള്ളിയുടെ സെയിം പ്രശ്നം. അറിയാം എന്താണാവോ സ്നേഹത്തിനറിയാം എന്നാ സംഭവം. അങ്ങനെ വരാൻ വകുപ്പില്ല. നമ്മുടെ വണ്ടിയുടെ എല്ലാം റിസീവ് ആയതാണല്ലോ. ഗൈസ് ഞങ്ങളെ മുഞ്ചിക്കാൻ നോക്കിയതാട്ടോ. പക്ഷെ ഞങ്ങളുടെ ധാരണ ഈ വണ്ടിക്ക് PUC ഇല്ലായിരുന്നു എന്നുള്ളതാണ്, പൊല്യൂഷൻ. പക്ഷേ ഇപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് അബ്രാമിനെ കൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഈ വണ്ടിക്ക് പൊല്യൂഷനും ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്, ഒന്നും കുറവില്ല. എല്ലാം അടുത്ത മാസം വരെ റെഡി. അടുത്ത മാസം വരെ എല്ലാം ഉണ്ട് അല്ലേ? ഞങ്ങള് വിചാരിച്ചത് ഇതിനൊന്നുമില്ല എന്നാ കേട്ടോ. പക്ഷെ ഇതിനെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ട്, ഒന്നുമില്ലാത്ത പുള്ളിക്കാരന്റെ എല്ലാം പോയി. എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ലെന്നാ. നീയോ? ഞാൻ RTO ഓഫീസിൽ മറ്റേ ലോക്കാക്കിന്ന് ഇതിന്റെ എല്ലാ പരിപാടി നമുക്ക് അറിയാലോ. 500 രൂപ വേണമെന്ന് അവന്. 500 രൂപയുടെ അല്ലേ ഇവനെ ഓമ്പിക്കാൻ പറ്റും. ഇവിടുന്ന് ഇത് എടുക്കല് ഭയങ്കര ഇതാവനെ. ഒരു സാധനം നോക്കുന്നില്ല. ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓടിച്ചത്. ഇവനെ വേറെ കാര്യമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ എടുത്തു തരുന്ന സാധനം ഇത്. ഇവര് ഒരു സാധനം എടുക്കാതെ ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ലാസ്റ്റ് സാധനം കൊടുക്കും. അത് ഇവിടുന്ന് എടുക്കാൻ ലാസ്റ്റ് ഫൈൻ മേടിച്ചെന്നുള്ളൂ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എടുക്കാതിരിക്കുന്നത് വേറെ. പക്ഷെ ഞങ്ങൾ ഇട്ട സ്ഥലത്തോട്ട് തന്നെ വണ്ടി തിരിച്ചു കൊണ്ടുപോകാം. കാര്യം എന്താ വെച്ചാൽ അതെന്നെ സംഭവം എന്ന് വെച്ചാൽ അത് നല്ലൊരു സ്ഥലമാണ്. എല്ലാത്തിനും ആക്സസ് പെട്ടെന്ന് എളുപ്പം. വേറെ വണ്ടി കയറായിരുന്നു എന്റെ ഇടയ്ക്ക് കയറിയവനെ. എന്റെ ഇടയ്ക്ക് വേറെ വണ്ടി, വേറെ കൊച്ചുവണ്ടി കയറി എന്റെ ഇടയ്ക്ക്. ആണോ? അല്ലെ ഉമ്മാർ ഓടിക്കും. എവിടെ ഇടും? നമ്മളുടെ അവിടെ ഇല്ലായിരുന്നോ? നമ്മുടെ ഇവിടെ ആയിരുന്നു അല്ലേ? എവിടെ ഇടും? ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഇത്ര നേരിട്ട് പറയാൻ പറ്റിയില്ല. അതായതുണ്ടല്ലോ നമ്മുടെ വണ്ടി ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടോ, ഈ കാണുന്ന മൊത്തം ബോഡിയാണ്. ഉള്ളിലും ഇതേപോലെ തന്നെ കറകളും സംഭവങ്ങളും ഉൾഭാഗത്തും പിടിക്കുന്നത്. കാണിച്ചു കേട്ടോ. നമ്മുടെ അന്ന് മെയിൻ പ്രശ്നം പറ്റിപ്പോയത് ഈ കാണുന്ന ലീഫുണ്ട്. ഇതിൻ്റെ അകത്ത് ലീഫ് ഇതന്ന് ലാവോസ് വെച്ച ഈ കാണുന്ന ഇതിൻ്റെ പിന്നെ ലീഫ് ബെൻഡ് ആക്കിയത്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഇതിൻ്റെ പൈപ്പ് ഞങ്ങൾ ഊരി കേട്ടോ, ഒരു ആവശ്യത്തിന് വേണ്ടി ബെൽറ്റ് ഇടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഓയിൽ കണ്ടു. അപ്പോൾ അതിനകത്ത് ഓയിൽ കണ്ടു കഴിഞ്ഞാൽ അത് എഞ്ചിൻ പണിക്കുള്ള സ്റ്റാർട്ടിങ് ആണെന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ വണ്ടി തിരിച്ചുകൊണ്ട്, അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ മലേഷ്യയിൽ നിന്ന് നേരെ ഇറാനിലേക്ക് വണ്ടി ഷിപ്പ് ചെയ്ത് യൂറോപ്പിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ചേട്ടാ, മാറി നീ ഇങ്ങോട്ട് നിൽക്കണം. കൈസ് നോക്കി ഇവനങ്ങ് പോകുവാന്ന്. ഞാൻ എന്നെ ചെയ്യാൻ അവിടെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് പിന്നെ യൂറോപ്പിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാർണറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സംഭവം ചെയ്തിട്ട്. പക്ഷേ അതിനെനിക്ക് വണ്ടിയുടെ കാര്യത്തിൽ ഒരു സംശയം വന്നു. കാരണം മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, ലാവോസ് ഇത്രയും സ്ഥലങ്ങളിൽ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഏതോ ഒന്ന് മിസ്സായി. അപ്പോൾ മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, ലാവോസ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ സാധനം കിട്ടിയില്ല. ഇതേപോലെ തന്നെയാണ് യൂറോപ്പിൽ ചെന്നത്. മേഴ്സറീസിന്റെ പഴയ ടെമ്പോ ഇല്ലേ, അതിന്റെ പാർട്സും ഇതും സെയിം ആണ്, സെയിം എഞ്ചിനാണ്, എല്ലാം കറക്റ്റ് ആണ്. അവരും നമ്മളൊരു കൊളാബ്രിക്കേഷൻ ആൻഡ് ഇന്റർകണക്ഷനിലാണല്ലോ ഇത് ചെറിയൊരു രൂപമാറ്റം ഉണ്ട് അല്ലേ, അതിലാണല്ലോ ഇത് പറഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ ഇപ്പം പുറത്ത് കിട്ടുമായിരിക്കും, എങ്കിലും ഒന്ന് പണിതിട്ട് കൊണ്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ യൂറോപ്പിനാണ് ഞങ്ങളുടെ പ്ലാന്. അതായത് ഞങ്ങൾ ഇറാൻ വഴി തുർക്കി വഴി അങ്ങനെ യൂറോപ്പ് ഇറങ്ങി അതിനുശേഷം അമേരിക്ക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് മുന്നായിട്ട് ഞങ്ങൾ വേറൊരു രാജ്യത്ത് പോകുന്ന പരിപാടിയാണ്. ആ രാജ്യത്ത് കയറുക, ഇറങ്ങുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
അതിനുള്ള വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആ വിസയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്നത് അല്ലേ. ഇനി വണ്ടിയുടെ സൈഡിലേക്കൊക്കെ വരാൻ നേരത്ത് ഇതാണ് ഇടിച്ചതിൻ്റെ ഭാഗങ്ങൾ. വേറെ ഒന്നും ഒരു രീതിയിൽ നീ ഇങ്ങ് വാടാവേ ഇതിന്റെ ഇവിടെ ഒന്നും ഒരു കറ കയറി ഇവിടെയൊക്കെ കറ അതുപോലെ സംഭവം. പിന്നെ നമ്മളെ മേള് മറ്റേ തട്ടിപ്പൊട്ടിയത് അത് ഇന്ത്യയിൽ സംഭവിച്ചാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ടയറിനൊന്നും ഒരു അനക്കമില്ല. എന്നോട് അവിടുത്തെ ഡാരിയിൽ പറഞ്ഞത് ഇത് നീ തിരിച്ചു മാറേണ്ടി വരും, തായ്ലൻഡിലാണ് ചീപ്പ്. ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, 4 years this one using, no problem. ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ യോക്കോഹാമ ഈ പ്രാവശ്യം മേടിച്ചത്. പക്ഷെ എനിക്ക് നമ്മുടെ മറ്റേ സഫാരിക്ക് മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഈ ടയർ കേട്ടോ. ഇല്ലടാ ഈ ടയറാ നല്ലത്, എഴുത്തുള്ള ടയർ. ഇത് എഴുത്തുള്ള വെള്ള എഴുത്തുള്ള ടയർ കേട്ടോ. ഈ വണ്ടിയുടെ ബേക്കിലേക്ക് പക്ഷെ ഇതിന് 100 കൂടുതലുള്ള ടയറിന് ആണോ? ഇതിന്റെ വണ്ടിയുടെ ബേക്കിലേക്ക് വരാൻ എല്ലായിടത്തും ഈ ഒരു കറയും മറ്റേ ആ കണ്ടെയ്നർ 40 feet കണ്ടെയ്നറിലായിട്ട് ഇത് കൊണ്ടുവന്നത്. 40 feet കണ്ടെയ്നർ. കാരണം 20 feet ഈ വണ്ടി കയറത്തില്ല. അതുകൊണ്ട് 40 feet തന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് 40 feet വണ്ടി കൊണ്ടുവന്നത്. ഈ ടയറിന് ഒരു അനുഭവമില്ല കേട്ടോ. ഒരനുഭവം എന്ന് വെച്ചാൽ ഒരനുഭവം ഈ ടയറിനില്ല. വേണം കൈതൊട്ട വേണം അനങ്ങും. ഇത് കണ്ടോ, ഇതന്ന് ഞാൻ ആശുപത്രി പോയപ്പം റിവേഴ്സ് എടുത്ത് എവിടെയെങ്ങാനും പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. സൈഡിലേക്ക് വരാൻ നേരത്തും അത്യാവശ്യം പണിയും കാര്യങ്ങളൊന്നും ഈ സൈഡിലും ഇല്ല കേട്ടോ. ഇനി വേറൊരു കാര്യം, ഇങ്ങോട്ട് പോകാൻ കുട്ടിയെ, ഇത് കണ്ടോ, ഇവിടെ മോൽ അങ്ങോട്ട് തുടങ്ങും. ഈ ഡോറ് കണ്ടോ, ഈ ഡോർ എന്ന് മിസോറാമിൽ വെച്ച് ഇടിച്ചു പോയതാണ്. ഈ ഡോറ് മൊത്തം ഇറക്കി പാച്ച് ചെയ്ത ഇത് കണ്ടോ, ഇതിന്റെ ലോക്ക് മാറ്റി ഇത് മൊത്തം സെറ്റപ്പ് ചെയ്യണം. AC പണിയെടുക്കണം. AC അടി മലേഷ്യൻ വീഡിയോകൾ, മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, ലവോസ് വീഡിയോ ഉണ്ട്, എല്ലാവർക്കും അറിയാം. AC എന്നൊരു പണിമുടക്കിയായിരുന്നു. കൊടക്കമ്പിയിലാണ് ഇത്. കൊടക്കമ്പി നമ്മുടെ കൊട പൊട്ടിച്ച് കൊടക്കമ്പിന്റെ അത് കൊടക്കമ്പിയിലാണ് ഈ സാധനം നിൽക്കുന്നത്. അപ്പോൾ ഈ കൊടക്കമ്പി ഇനി റെഡിയാക്കിയിട്ട് വേണം ഈ കാണുന്ന ഇങ്ങോട്ട് പിടിക്കടാ മണഗുണാങ്ക. അപ്പോൾ കഴിച്ച് നോക്കൂ, ഈ കാണുന്ന ഈ ഒരു പിന്നെ AC രീതി ശരിയാക്കണം. അത് കൊടക്കമ്പിയാണ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഡാഷ്ബോർഡ് മാറ്റണം, മൊത്തം മാറ്റണം. ഈ കാണുന്ന ഈ കവർ മാറ്റണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവറിൻ്റെ അകത്തൂടെ ഭയങ്കരമായിട്ട് ചൂടടിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതിന് കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഇനി ഉള്ളിലേക്ക് കിടന്ന് ഓരോന്ന് കാണിക്കട്ടോ. ബാക്കിയെല്ലാം ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ അവരുടെ ഒരു ഇതാട്ടോ, മിച്ചിലിൻ്റെ ഒരു സാധനമാണ്. അത് 3 ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ തായ്ലൻഡിൽ നിന്ന് മേടിച്ചല്ലെന്ന് ഓർത്ത് പിന്നെ അവിടെ തന്നെ വെച്ചു. പിന്നെ മാറ്റാനൊന്നും നിന്നില്ല കേട്ടോ. അതിനുള്ള സമയം കിട്ടില്ല. സത്യം പറഞ്ഞാൽ അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ലെ സമയം നമ്മള് കെട്ടിപ്പോ തന്നെ എവിടെ തൊട്ടാലും ഞങ്ങളുടെ വിചാരം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടിയുടെ പൊല്യൂഷൻ വലിക്ക് നിർത്തും, പോലീസുകാർ കൈ നീട്ടിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും നിർത്തും, സംസാരിച്ച് തിരിച്ചു വരും. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പൊല്യൂഷൻ എടുക്കാമെന്ന് നമ്മുടെ വിചാരം. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊല്യൂഷൻ ഉണ്ടെന്ന് ഞങ്ങൾ മണ്ണന്മാർ ഇപ്പോഴാണ് നോക്കിയത്. അല്ലേ ഞാൻ എന്റെ ഈ കണ്ണാടിക്ക് യോഗം തരാം, എന്നെ പൊക്കി പറഞ്ഞു അല്ലേ, ഒന്നും ചെയ്യണ്ട. നോക്കൂ, ഇനി വണ്ടിയുടെ ഉള്ളിലേക്ക് വരാൻ നേരത്തെ ഇത് കണ്ടോ, ഇതിന്റെ ഈ മേൽഭാഗങ്ങൾ കണ്ടോ, ഈ കാണുന്ന ഭാഗങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ? ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്. അതായത് ഇതിന്റെ ഈ മേൽഭാഗത്ത് ഇവിടെ കണ്ടോ കരിമ്പൻ പോലത്തെ സാധനങ്ങൾ കയറി ബാത്റൂമിന്റെ ടോയ്ലറ്റ് പൂർണ്ണമായിട്ടും പോയി. അത് ശരിയാക്കണം. പിന്നെ അങ്ങനെയുള്ള കുറച്ച് പരിപാടി. ഇന്നലെ അവിടെ ഇറക്കിയപ്പോ കസ്റ്റമേഴ്സുകാർ ചോദിച്ചാണ് ഇതെന്താ സാധനം ചോദിച്ചാണ്. ഇത് മറ്റേ ഗീറിലിടുന്ന സാധനം അവർ ചിരിച്ചിട്ട് വിട്ടു അല്ലേ. പിന്നെ നമ്മൾ ഡോളർ എന്ന് പറഞ്ഞ സാധനം ഞാൻ കാണിച്ചു തരാമേ. എന്തിയാടാ എന്റെ കയ്യിലുണ്ടോ? ഞാൻ സീറ്റ് നീക്കണോ? എന്തിയെ? ഈ പെട്ടി എങ്ങനെയാണ് അവർ തുറന്നത്? അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാകാത്ത കേസ്. നമ്മൾ ലോക്കാക്കിയിട്ട പെട്ടി ആകെ നമ്മുടെ അടുത്തെന്ന് വെച്ചാൽ ഒരു 5000 രൂപ താഴെ ഉണ്ട്. ഇത് സിംഗപ്പൂരിൻ ഇതാണ് വിഷയമായ സിംഗപ്പൂർ. ഇതൊക്കെ അത് എഴുതി കൊടുത്ത് ക്ലിയർ ചെയ്തല്ലോ. അതായത് നമ്മൾ ഇത് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് എഴുതി കൊടുത്ത് നിങ്ങൾ ക്ലിയർ ചെയ്തു കേട്ടോ. അതായത് $2 വെച്ചാണ് ഏറ്റവും കൂടുതൽ. $2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 120 വെച്ച്. അങ്ങനെ ഞാൻ പറയാം 1 2 3 4. അത് പിന്നെ ആ കാണുന്ന കുറച്ച് പൈസയും കൂടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ ഡാഷ്ബോർഡ് പിന്നെ ഇതുണ്ടോ, ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടി ഇതുണ്ട്. ഇവിടെയൊക്കെ മുഷിഞ്ഞ് കിടക്കും കേട്ടോ. മുഷിഞ്ഞ് കിടക്കണം, അതൊക്കെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടി അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ABSന്റെ പണി എടുക്കണം. ഇത് ഒരിക്കലും ട്രാവലിന് തീരില്ലാത്തൊരു പണിയാണ്. അതും കൂടെ ചെയ്ത് തീർത്ത പരിപാടി കഴിഞ്ഞല്ലേ ലിബിയ. ഞങ്ങളുടെ കയ്യില് എല്ലാ രാജ്യത്തും കോയിൻ ഉണ്ട്. പക്ഷേ അതിനകത്ത് കനം കുറവുണ്ട്. നല്ല രീതിയിൽ കനം കുറവുണ്ട്. ഉണ്ടോ? പോയല്ലേ. അതിന്റെ സിംഗപ്പൂരും തൊട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറവാ എന്ത് ഇത്ര അല്ലായിരുന്നല്ലോ, ഒരു ഇത്രയും കണ്ട് കെട്ടി വെച്ചേക്കുന്ന സാധനം അല്ലായിരുന്നോ? ഇത് കുറച്ചു. അതും പോയല്ലേടാ. ഞാൻ എന്നെ സംബന്ധിച്ച് വെച്ചാൽ എല്ലാ രാജ്യത്തെ ആഗ്രഹത്തിന് വേണ്ടി എടുത്തു വെച്ച സാധനം ഇതുണ്ട്. ചില്ലറ പൈസകള് എല്ലാ രാജ്യത്തെ ശേഖരിക്കാൻ വേണ്ടിയേ. എല്ലാ രാജ്യത്തെ ചെറുതുണ്ട് വലുതുണ്ട് എല്ലാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറുത് നമ്മൾ കൊടുക്കൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. അത് കുറെ ആൾക്കാർ പറ്റിക്കുന്നുണ്ട്. പറഞ്ഞ് ഞാൻ ഇവനെ പറഞ്ഞ ചില്ലറ ഒന്ന് കൊടുക്കണ്ട, നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി രാത്രി ആയിട്ടോ. അതായത് ഞങ്ങൾക്ക് കുറെ എഡിറ്റിങ്ങും പിന്നെ കുറച്ച് പേപ്പർ വർക്കും കുറച്ച് പൈസ കൈ കൊടുക്കണ്ടായിരുന്നു. ഇൻസൈഡ്
എടാ താക്കോല തിരിക്കുന്നവിടെയുണ്ട് ഗൈസ് നോക്കൂ. അതായത് ഈ കാണുന്ന അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ വണ്ടി ഞങ്ങൾ എങ്ങോട്ട് പോയില്ലായിരുന്നു. ഞങ്ങൾക്ക് എഡിറ്റിങ് നേരത്തെ പറഞ്ഞ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ച ഒരു സ്ഥലമുണ്ട്, അവിടെ നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് നെറ്റ്വർക്കും ഇല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ലിബി ആണെങ്കിലും വണ്ടി ഓഫാക്കി അതിൻ്റെ എസിയും കാര്യങ്ങളൊക്കെ ഓഫാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ടർക്കി ഇട്ടായിരുന്നു. സംഭവം വെച്ചാൽ ഇവിടുന്ന് കേട്ടോ വെയിൽ വന്നുകൊണ്ടിരുന്നത്. ഈ ഭാഗത്തു നിന്നായിരുന്നു ഭയങ്കര വെയിലായിരുന്നു. ആ വെയിൽ ഇവിടെ വന്നിങ്ങനെ പ്രൊജക്ഷൻ ചെയ്തിട്ട് ഉള്ളിൽ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ അത് മാറി കേട്ടോ. ഇനിയിപ്പോൾ തുറന്നൊന്നും കൂടെ അടച്ചേക്കാം. എസിയും കാര്യങ്ങളൊക്കെ അടച്ചെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വണ്ടിയുടെ സ്റ്റാർട്ടൊന്നും ആകത്തില്ലായിരുന്നു. ഇപ്പോൾ വണ്ടിയുടെ ബാറ്ററിക്കൊക്കെ ചാർജ് ആയപ്പോൾ സെൽഫൊക്കെ എടുക്കാൻ തുടങ്ങി. ഗൈസ് നോക്കൂ, അതായത് റിമോട്ടിലെ ലോക്ക് ആവില്ല. ഇതിൻ്റെ പവർ മോട്ടർ, അത് ഇതിൻ്റെ വിൻഡോയുടെ ലോക്ക്, അതുപോലുള്ള സാധനങ്ങൾ ഫുള്ള് മാറാറുണ്ട് കേട്ടോ അല്ലടാ. അതായത് ഇതിന്റെ ലോക്കും കാര്യങ്ങളും കുറേ സാധനങ്ങൾ മാറാറുണ്ട്, അതൊക്കെ മാറാറുണ്ട്. അതിനാ ഇതിലൊക്കെ നോക്കിയടാ, ഇതിലൊക്കെ നോക്കിയാ ഉടുതുണി പോലും ഉണ്ടാവില്ല കേട്ടോ. കുനിഞ്ഞ് ഇന്ന് ട്രൗസറും കൊണ്ടുപോകും, വേണം ജഡ്ഡി അടിച്ചോണ്ട് കേട്ടോ. അങ്ങനത്തെ സൈസ് സാധനങ്ങളുണ്ട് ഇവിടെ കണ്ടോ. പാവം പയ്യന്മാര് നമ്മൾ ബസ് കൊണ്ടൊക്കെ പോകുമ്പോഴൊക്കെ കുക്ക് ചെയ്യുന്ന സെയിം സെറ്റപ്പിൽ ഭക്ഷണം കുക്ക് ചെയ്യാനുള്ള പരിപാടിയായിട്ട് ഇവിടെ കാണുന്നത്. അവരുടെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവർ കുക്ക് ചെയ്ത് ഇനി ഇവിടെ കിടന്ന് നാളെയൊക്കെ പോകത്തുള്ളായിരിക്കും അല്ലേടാ അല്ലേ ഗൈസ്. ഇവിടെ പെയ്ഡ് പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയുള്ള പെയ്ഡ് പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ പൈസ പിരിച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യമേ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതെന്നാന്ന് പോയി നോക്കട്ടെ. അതിന് ശേഷം വേണം അവിടെ പോകണം. അവിടെ നിന്നാണ് നമ്മൾ രാവിലെ കഴിച്ചത്. ഇവിടെ കൊണ്ട് നോക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ രാത്രി പോകുന്ന കുറച്ച് നല്ല കൊൽക്കത്ത കൂടെ, കാരണം അതിൽ ഭയങ്കര പിടുത്തായിരിക്കും. പിടിച്ച് ട്രൗസർ കീറി എടുക്കും ഇവന്മാർ. ഗൈസ് നോക്കൂ, ഞങ്ങൾ വെറുതെ ഫ്രണ്ട് വന്നിട്ട് ഇവിടെ കാഫേ കോഫിയുടെയാ. അതിനോട് ചേർന്ന് ഇവിടെയും ബാത്റൂം ഉണ്ട്. നമ്മളെ പോലെ ഉള്ളവർക്ക് എവിടെയാ ആ കാണുന്ന അവിടെയാണ് അല്ലേ. നമുക്കത് വേണ്ട കേട്ടോ. കഫേ കോഫിയുടെ കഴിച്ചിട്ട് വലിയ കാര്യമില്ല. ഞങ്ങൾ എന്താ പോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് സഫാരിക്ക് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് വഴി ഞങ്ങൾ KFC കഴിച്ചു. എൻ്റെ അമ്മ തുപ്പിയത് മൊത്തം എണ്ണയായിരുന്നു കേട്ടോ. പെട്ടുപോയി. എണ്ണ ഭയങ്കര കൂടുതലാട്ടോ. നമുക്കേ ഇവിടെ വണ്ടി കിടക്കട്ടെ, ആദ്യമേ ഭക്ഷണം കഴിക്കാം, എന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ടൗൺ കണ്ട് നിർത്തണം. എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിന് ശേഷം ബാക്കി പരിപാടി. ഇന്ന് ഞങ്ങൾ വലിയ ദിവസം ഓടിയല്ല, കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചല്ല. കാരണം നമുക്ക് നമ്മുടെ എംബസിയുടെ കേരള എംബസിയുടെ മറ്റേ ഇത് കിട്ടണം. അതായത് എന്നായിരുന്നു ഡേറ്റ് അപ്രൂവല് അപ്പോയിന്റ്മെന്റ്. അത് തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടണം. അതായത് അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ. അതായത് നമുക്ക് അവിടെ കയറി സംസാരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കാണ് ഇംഗ്ലീഷ് അറിയില്ല, അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോടാ, ഇതാണ് സംഭവം. വലിയ ആർഭാട സംവിധാനങ്ങളൊന്നുമില്ല കേട്ടോ. അതിന്റെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. ആദ്യം കയറാം അതിൻ്റെ അകത്തോട്ട്. ഗൈസ് നോക്കൂ, ഇതിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് റൂമൊക്കെ ഉണ്ടോ. ഇതിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ നമുക്ക് കയറണ്ടേ. ഇവിടുന്ന് പോയ 2 വഴി. ഇവിടെയാണ് സാധാരണക്കാർ. ഇത് ഹൈ സെറ്റപ്പ്, ഒരു മെസ്സ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്നല്ലേ നേരത്തെ കഴിക്കാം. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയല്ലേ. ഗൈസ് നോക്കൂ, ഡാലൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. സാധാരണ ഇവിടെയൊക്കെ ചെന്നൈയൊക്കെ കൂടുതൽ നല്ല പരിപ്പ് കിട്ടും ഇവിടെ അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ പരിപ്പ് ഇഷ്ടം. നമുക്ക് ഇവിടെ കഴിക്കാം കേട്ടോ. ഇതാണ് ഞങ്ങൾ നേരത്തെ ഇരുന്ന സ്ഥലം. ഇവിടെ തന്നെ ഇരിക്കാം. നമ്മുടെ അല്ല ഉണ്ടല്ലോ, ഞങ്ങൾ കഴിക്കാനുള്ള സാധനം പറഞ്ഞു. അതായത് ഒരു ഡാൽ ഫ്രൈ, ഒരു പ്ലേറ്റ് ചിക്കൻ കറി, പിന്നെ ഇതും റൊട്ടി അല്ലേ. ഇത് പക്ഷേ ഇവിടുത്തെ കൊള്ളത്തില്ല കേട്ടോ അല്ലേ. മുളകും ഉള്ളി എല്ലാ സാധനവും ഉണ്ടാവും. കടിക്കുക, നല്ല രസമാണ്. വെള്ളം പറഞ്ഞില്ലല്ലോ. കിഡിലും തൈ വന്നു കേട്ടോ. നല്ല കട്ട തൈ വെച്ചാൽ ഇവിടുത്തെ തൈരിനെ വ്യത്യാസമുണ്ട്. കാര്യം എന്താ വെച്ചാൽ ചെറിയൊരു മധുരം, ചെറിയൊരു പുളി. പിന്നെ ഇവിടെ ഇരുന്ന ബ്ലാക്ക് സോട്ടും കൊണ്ട് വേണം. എന്നാ ടേസ്റ്റാണ്. ഇത് ചോറില്ല നല്ല രസം. കറിക്കകത്ത് മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതും പരിപ്പറിയും കൂടെ മിക്സാക്കി കഴിക്കണം, നല്ല ടേസ്റ്റാണ്. സൂപ്പറായിരിക്കും. ഞങ്ങളൊരു നമുക്ക് വെച്ചിട്ടുണ്ട്, അത് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കിട്ടിയില്ലോ, കിട്ടിയോ? അതിനൊന്നിച്ച് മുളക് ഇതാണ് സാധനം. ഇത് തന്നെ. ഡപ്പാ മേ ഒരു ചേട്ട ബോൾ മേ ദിയ, ചോട്ട ബോൾ മേ ദിയ. അത് തന്നെ സാധനം കിട്ടി. കിട്ടി കേട്ടോ. ആർക്കും മനസ്സിലാകാത്ത സാധനം എന്തോ നമുക്ക് നമ്മൾ ഇന്നലെ കഴിച്ച ഭക്ഷണമാണ്. ആൾക്കാർ വരുന്നു, സാധനം നമ്മൾ കുറെ ബാറായിട്ട് പറഞ്ഞു. ഇവിടെ സാധാ ഹോട്ടലിൽ സാധനങ്ങൾ കിട്ടും. ഈ കാണുന്ന നമുക്ക് കേട്ടോ നല്ലൊരു പിങ്ക് കളറിലിരിക്കും. കിട്ടില്ല സാധനം. നമ്മുടെ നല്ലത് കിട്ടാറില്ല. ഇതുണ്ടോ, ഈ കാണുന്ന സാധനം ഇല്ലാതെ മിക്സ് ചെയ്യാം, ഇളക്കി പിടയ്ക്കുക. ഗൈസ് നമുക്ക് റൊട്ടി വന്നു. ഇതറിയാം. ഗൈസ് നമുക്ക് റൊട്ടി വന്നു, ഡാല് വന്നു,
ഇനിയിപ്പോൾ ചിക്കൻ കറി കൂടെ വന്ന പരിപാടി കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ കൂടുതൽ എപ്പോഴും ഇത് തരും കേട്ടോ. എന്താണ് ഇത് കണ്ടോടാ, നമുക്ക് ഇതിൻ്റെ കൂടുതൽ മറ്റേ ഉള്ളി കിട്ടും കേട്ടോ. നല്ല കിട്ടില്ല തൈയാണ്, തൈ അല്ല പരിപ്പ്, പരിപ്പ് ഫ്രൈ. അതാണ് ദാൽ ഫ്രൈ അല്ലേ ഗൈസ്? നോക്കൂ, ഇതാണ് ചിക്കൻ കറി. ചിക്കൻ കറി ഒരു അപാര സംഭവം. താങ്ക് യു ഗൈസ്. നോക്കൂ, ഇതാണ് ചിക്കൻ കറി കേട്ടോ. നല്ല അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉള്ള നല്ല കറുത്ത കളറിൽ. അതിന് ടൊമാറ്റോയുടെ രുചിയായിരുന്നു ഭയങ്കര അല്ലേ? അതിന് ഭയങ്കര ടൊമാറ്റോ രുചിയായിരുന്നു കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരള കറി കൊള്ളാം കേട്ടോ. ഇതും കൊള്ളാം, ഡാൽ ഫ്രൈ കൊള്ളാം. ഇതിനും കഴിച്ചിട്ട് കൊള്ളാം കേട്ടോ. ഡാൽ എങ്ങനെ ഉണ്ടല്ലോ? പിന്നെ ഡാൽ നല്ലതാണ്, ചിക്കൻ കറി നല്ലതാണ്. ചിക്കൻ കറി എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ചിക്കൻ കറി. ചിക്കൻ കറി നല്ല ഇത് കണ്ടോ? ഇത് കണ്ടോ? ഈ കാണുന്ന ഈ തൈര് എടുക്കുക, ഇതിലേക്ക് മിക്സ് ചെയ്യുക, ഇച്ചിരി ഉപ്പും കൂടി ഇടുക, ഇങ്ങനെ ഇടുക, എന്നിട്ട് ഈ റൊട്ടിയും കൂടി ഒരു പിടുത്തം പിടിക്കണം. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അറിയാമോ? തൈര് നല്ല കട്ടത്തൈരായിരിക്കണം. ഓക്കെ നോ പ്രോബ്ലം. വയസ്സ് നോക്കൂ, നല്ല കിടിലം കടയാണ്. അത് ചില സ്ഥലത്തൊന്നും ഇത്ര സെറ്റപ്പ് കിട്ടണമെന്നില്ല. ഇനി ഇത് അല്ലേ, നല്ല ടേസ്റ്റുള്ള ഫുഡും കിട്ടും അല്ലേടാ? വയസ്സ് നോക്കുന്നില്ല, അത് ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ചിക്കനും ടേസ്റ്റ് ഈ പരിപ്പ് ഈ സാധനം മിക്സ് ചെയ്യുന്നതാണ്. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ചില സ്ഥലത്ത് ഈ മഞ്ഞഡാല് കിട്ടൂല, മറ്റേ ചെന്നി കിട്ടുള്ളൂ അല്ലേടാ? അത് ഇന്നലെ കഴിച്ചിട്ട് ആദ്യമായിട്ട് എനിക്ക് മറ്റേ ഡാൽ ഇഷ്ടപ്പെട്ടു. ആ ഡാൽ കൊള്ളു, ഇത് തന്നെ നല്ലത് അല്ലേ? വയസ്സ് നോക്കൂ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങി. ഈ പൈസ കൊടുക്കാണ്ട് പോയതാട്ടോ. നോക്കിയേ, 5:15 ഇവിടുത്തെ അവസ്ഥ ഇതാട്ടോ. അത് പെട്ടെന്ന് ഇരുട്ടാവും, പെട്ടെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന്. അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഡൽഹിയിലും. ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. പക്ഷെ നമ്മളവിടെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം. നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് നേരെ ഫ്രണ്ടേക്ക് പോകാം കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ബേക്കിലെ ആ ചേട്ടന്മാരോട് ടയർ മാറുന്നുണ്ട്. പുള്ളിക്കാരനോട് പോയി ചോദിച്ചിട്ട് വണ്ടി തള്ളി തരുമോ? അവർ ഫോൺ വിളിക്കാൻ, ഫോണിൽ ഏതായാലും അടിയായി എല്ലാം നിർത്തില്ല. ഭാര്യനെങ്ങാണ്ട് വിളിക്കുമായിരുന്നു, ഹിന്ദി പറഞ്ഞു നീ ഉണ്ടായിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഫൈനലി എന്തായാലും വണ്ടി സ്റ്റാർട്ടായി റിവേഴ്സ് വെക്കാം കേട്ടോ. അത്ര ഇതായിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുമെന്ന് ചെറിയ ബാറ്ററിയല്ലേ നമ്മള് AC വെറുതെ ഓൺ ആക്കി ഇട്ടാക്കുമല്ലായിരുന്നോ? AC-യുടെ അല്ല, ചാർജർ ഓഫ് ആക്കാൻ മറന്നു. ഈ ചാർജർ ഓ അതിന്റെ ആയിരുന്നല്ലേ? അതിന്റെ പ്രതിഫലമായിരുന്നല്ലേ ഇത്? അതിന്റെയാണ് സംഭവിച്ചത്. മനസ്സിലായോ? ഓ മനസ്സിലായോ? മനസ്സിലായി. നേരെ ഞങ്ങൾ അങ്ങനെ വെസ്റ്റ് ബംഗാളിന്റെ ഹൈവേ കയറുവാണ്. ദൈവത്തിന് അറിയാം ട്രൗസർ കൂലി എടുക്കുമോ എന്നുള്ളത്. ഇനിയിപ്പോ നമ്മുടെ ബുക്കും പേപ്പറും കറക്റ്റാ വണ്ടിയുടെ. പിന്നെ ഇവരെന്താക്കാനാ അല്ലേ? ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ല കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നേരെ ഈ കാണുന്ന ഹൈവേയിലേക്ക് വണ്ടി കയറ്റേണ്ട താമസമുള്ളൂ. വലിയ തിരക്കില്ല കേട്ടോ. പിന്നെ നമുക്ക് ഏതെങ്കിലും ടവറുള്ള സ്ഥലം നോക്കി പിടിക്കണം. ടൗണ് നോക്കി നമുക്ക് വണ്ടി നിർത്താം. മനസ്സിലായോ? ടൗൺ ഇത് കട്ടായി പോകുന്ന റോഡാ. പിന്നെ ഇത് ബംഗാളിൽ ചില സ്ഥലങ്ങളിൽ റോഡ് വികസനം നടക്കുന്നുണ്ട്. അതായത് വലിയ റോഡുകൾ. പിന്നെ ഇത് പുതിയ റോഡായിരുന്നു പറഞ്ഞേ, 4 വരി പണിതു, വണ്ടി നിൽക്കുന്നില്ല. അത് കാരണം ഇത് 6 വഴിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ റോഡ്. ചില സ്ഥലങ്ങളിലുണ്ടല്ലോ ഇതാണ് പ്രശ്നം. അതായത് റോഡ് പണി നടക്കുന്നുണ്ട്. ഇതാ അടുത്ത സ്ഥലം. അതായത് ഏതെങ്കിലും വണ്ടി എന്തിനും കുടുങ്ങി കഴിഞ്ഞാല്, ഇത് കുടുങ്ങിയതല്ല, റോഡ് വണ്ടി റോഡിന്റെ വീതി കൂട്ടുന്ന കാരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിവിടെ വണ്ടികളും കാര്യം ഇടുമ്പോൾ ഡിവൈഡർ നോക്കും, അങ്ങനെ ആകുമ്പോൾ ബ്ലോക്ക് ആവും. അതായത് മറ്റേ ഇതിന്റെ ഫ്ലൈ ഓവർ വീതി കൂട്ടിൽ ഇതൊക്കെ ഇവിടെ ഉണ്ട് നടക്കുന്നത്. നോക്കൂ, രാത്രിയിൽ എങ്ങനെ വീണ്ടും ഞങ്ങൾ വണ്ടി ഓടിക്കാണ് നേരെ ഫ്രണ്ടിലേക്ക്. ഇനി നമുക്ക് 1491 കിലോമീറ്റർ ഇനി നമുക്ക് ഓടിക്കാണ്ട്. അപ്പൊ ഗൈസ് നോക്കൂ, ഇതിന്റെ അകത്തൊരു വേറെ രസം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടിയുടെ ബെൽറ്റിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് സംശയം ഉണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ 2 പുള്ളി, അതായത് ഇത് ബെൽറ്റ് ഓവർ കിട്ടുമെന്ന് ഉറപ്പില്ല. ഇനി ഇന്ത്യയിലായതുകൊണ്ടാണ് ഓവർ ടെൻഷൻ ഇല്ല പോകുന്നത്. കാരണം പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എവിടുന്നാലും മാറാലോ. കാരണം ഊരിട്ട് എവിടുന്ന് മാറുക. അത് ഞാൻ മറന്നു പോയിട്ടോ. ഏതാണ്ട് 2500-3000 കിലോമീറ്റർ ഇതിന്റെ പുള്ളി ഓടുകയുള്ളൂ. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചു വേണം പോകാൻ വേണ്ടി. പുള്ളിക്കൊരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അതെന്തായാലും നമുക്കൊന്ന് നാട്ടിൽ നിന്ന് തന്നെയല്ല ശരിയാക്കുന്നുള്ളൂ കേട്ടോ. വണ്ടിക്ക് അത്യാവശ്യം പണിയുണ്ട്. ഊരി എടുത്തിട്ട് വീണ്ടും റീസ്റ്റോർ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്താലേ വണ്ടി ശരിയാകത്തുള്ളൂ. അങ്ങനെ കുറച്ച് പരിപാടി ഗൈസ്. ഇപ്പം ഈ വശത്ത് വലിയ തിരക്കോ കാര്യങ്ങളില്ല, അപ്പുറത്ത് നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകേണ്ട എങ്ങനെ ചെറിയോ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് നേരെ ജാർഖണ്ഡിൽ നിന്ന് ബീഹാറിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് നേരെ നമുക്ക് പോകേണ്ട അങ്ങോട്ടെന്നറിയാമോ നിനക്ക്? ദില്ലി. ഇതുണ്ടോ ഇതേപോലെ കേട്ടോ, എല്ലായിടത്തും ഈ റോഡ് പണിയുന്നതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തോട്ടോ ഇവിടുന്ന്. പണി വാളിപ്പോട്ടോ. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടി. അപ്പൊ നേരെ ഇനിയിപ്പോ ഓടിച്ചു പോവാട്ടോ. അത്യാവശ്യം ഞങ്ങളൊരു 9 മണി വരെയൊക്കെ ഓടിക്കുള്ളൂ. അതിനുശേഷം ഞങ്ങൾ വണ്ടി നിർത്തും കേട്ടോ.
കാരണം ഓവർ ഓടിച്ചോടിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അത്ര പെട്ടെന്ന് ഡൽഹി ചെന്നിട്ട് കാര്യമില്ല കേട്ടോ. ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടണം. അപ്പോയിന്റ്മെന്റ് കിട്ടാതെ നമ്മള് ഡൽഹിയിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ യാത്ര ചെയ്ത പോലെ ഒന്നും അല്ല കേട്ടോ. പണ്ട് റോഡിന് വണ്ടിയില്ലായിരുന്നു. അന്നത്തെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷെ ഇന്ന് വണ്ടി കൂടുതലാണ്, ഭക്ഷണം കൂടുതലാണ്, നമുക്ക് വിശ്വസിച്ച സ്ഥലത്ത് ഇരുത്താൻ പറ്റില്ല, പോലീസുകാർ കൂടുതലാണ്, ഒരു വഴിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. എന്താ പറയാ, ഏതായാലും ഒന്നേലും ഡീസൽ അടിച്ച് വേണ്ട ടീം, അല്ലെങ്കിൽ വണ്ടി മൊത്തത്തിൽ പിന്നെ എന്തെങ്കിലും ടയർ ഉരുക്കൊണ്ടുവന്ന ടീം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ പറയാം പോലീസ് സ്റ്റിക്കർ വരെ അടിച്ച് ഇവിടെ ആൾക്കാർ പൈസ കിട്ടുന്നുണ്ട്. ഈ അടിക്കാണ്ടില്ല സ്വന്തമായിട്ട് നിർമ്മിച്ചു അങ്ങനെയുള്ള ടീമുകൾ വരെയുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് കൊൽക്കത്ത കഴിഞ്ഞ് മധ്യപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ആന്ധ്രയും തെലങ്കാനയും വലിയ കുഴപ്പമില്ല. ബാംഗ്ലൂർ ഭയങ്കര ചെക്കിങ്ങാണ്. ഒരു രക്ഷയില്ലാന്ന് ഒരു രക്ഷയില്ല. അതായത് നമ്മൾ ഓടിച്ചിട്ട് ഓടിച്ചത് ബാംഗ്ലൂർക്ക് ഇപ്പൊ രാത്രി ഓടിക്കാനേ കൊള്ളുള്ളൂ. പകൽ ഓടിക്കുമ്പോൾ ചിന്തിക്കുക വേണം. അതേ പറഞ്ഞ വളരെയധികം കാര്യം കേട്ടോ. അങ്ങോട്ട് അല്ലാതെ പിന്നെ രാത്രി സഞ്ചരിക്കുന്നതായിരിക്കും നല്ലത്. പകൽ സഞ്ചരിച്ചിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാല് നമ്മുടെ മൊത്തം അവർ പിന്നെ എഴുതിക്കൊണ്ട് കൊണ്ടു. ഓരോ വണ്ടി ഫാക്ടറികളും സംവിധാനങ്ങളും കൂടുതലുള്ളതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ കാര്യം. വെസ്റ്റ് ബംഗാളിന്റെ ഒരു സൈഡത്തെ റൈഡ് മാത്രമേ നല്ലതുള്ളൂ. വേറെ ഒരു സൈഡ് വേറെ ഏതെങ്കിലും ഡൽഹി കണക്ട് ചെയ്യുന്നതാണ് ഈ റോഡ് നല്ലത്. ആ റൂട്ട് ഇത് അതല്ലല്ലോ, അത് വേറെ റൂട്ടാ അല്ലേ? നോക്കൂ, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന ഈ വണ്ടിയുണ്ട്. ഏത്? ഈ വണ്ടി, ഈ കാണുന്ന പിക്കപ്പ്. വെള്ളം പമ്പ് ചെയ്യുന്നതിനെ ഇതിന്റെ അകത്ത് നിറച്ച് ഇവിടുത്തെ മീനാകട്ടോ. അതായത് എന്നാ മീനാണ്? എനിക്ക് തോന്നുന്നു പിരാന പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും മീനായിരിക്കും. പോലത്തെ സംവിധാനങ്ങളാണ് വണ്ടിക്കകത്ത്. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ വാട്ടർ പമ്പ് ചെയ്ത് ഫ്രഷ് ആയിട്ട് ഇവരെ മാർക്കറ്റിലേക്ക് മീനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഫ്രഷ് ആയിട്ട് മാർക്കറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടി ആയിരിക്കില്ല അങ്ങനെ ഉണ്ടാകാൻ. അതായത് ഇഷ്ടംപോലെ വണ്ടികളാണ്. അതായത് നമ്മുടെ അക്കോരത്തിൽ അതേ സെറ്റപ്പ് നമ്മൾ കൃത്യമായിട്ട് അതിനല്ലേ വിസ്തരിക്കണ്ടാലോ. ഇതിന്റെ സ്ഥിരം സുഖം ഇതിന് തുടങ്ങി കേട്ടോ. എഞ്ചിന്റെ ഈ ഒരു ലൈറ്റ്, വാണിംഗ് ലൈറ്റ്, അതായത് റെഡ് എത്തിയാലേ പേടിക്കണ്ടുള്ളൂ. ഈ യെല്ലോ എത്തി കഴിഞ്ഞാൽ അത്ര പേടിക്കണ്ട. ചെക്കിങ് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ല, സെൻസറിന് എന്തെങ്കിലും ഇത് വരുമെന്നിട്ട് വരുന്ന കേട്ടോ. അപ്പൊ അത്ര പേടിക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഇങ്ങനെ ഓടിക്കാൻ നേരത്തെ. അല്ലേ പിന്നെ അല്ലേ വണ്ടി സ്റ്റാർട്ട് ആകില്ല കേട്ടോ. നൈറ്റ് സർവീസ് ബസ്സാട്ടോ. നമ്മുടെ അവിടെയൊക്കെയാണ് ഇത് ഓടി തീർന്നിപ്പോ പൊളിച്ചു കളഞ്ഞാണ്. ഡൽഹിയുടെ ഉള്ളിൽ ഇത് കയറ്റൂല്ലോ ഇവരെ. ഡൽഹിയുടെ ഉള്ളിൽ അതല്ല കയറ്റൂല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അതിന്റെ കോവേണി വരെ മേളിൽ കയറാൻ വേണ്ടി ആക്കി മേളിൽ കൂടെ ഒരാളെ കെട്ടുമ്പോഴേ. കഴിഞ്ഞ ദിവസം നമ്മൾ 2 ആളും കണ്ട് കൊടുത്തല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിയില്ലാത്ത നമുക്ക് അധികം ടോൾ അടിക്കേണ്ട കാര്യം വന്നില്ല. ഇന്ന് മിക്കവാറും നല്ല ടോളും കിട്ടാറുണ്ട്, നല്ല ഫൈനും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ നോക്കൂ, വേറൊരു സംഭവമുണ്ട്. ഈ ടോളുണ്ടല്ലോ, അതായത് മഹാരാഷ്ട്രയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര ടോളയില് അതായത് വെയിറ്റ് ചെക്കുന്ന സംഭവം വെച്ചിട്ടുണ്ടോ. അതായത് ഒരു കിലോ അവര് നമ്മുടെ ഇതിൽ വെയിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമുക്ക് 60 രൂപ 45 രൂപ അടുത്ത് ഫൈൻ അടിച്ചു തരും. അതിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ RC ബുക്കിൻ്റെ അകത്ത് നമുക്ക് എത്ര വെയിറ്റ് ആണ് വണ്ടി എന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എത്ര പേരെ ക്യാരി ചെയ്യാന്നുള്ളത് കൊടുക്കുന്നില്ല. നമ്മൾ വന്നത് അതായത് എത്ര പേരെ നമുക്ക് വണ്ടിയിലെ ലോഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് കൊടുത്തിട്ടില്ല. അപ്പൊ അത് എല്ലാ സ്ഥലങ്ങളും ഒരു വലിയ വിഷയമായിട്ടോ. പിന്നെ നമ്മളിപ്പോ ചില സ്ഥലങ്ങളിൽ നമ്മുടെ RC ലൈസൻസും കാണിക്കാൻ നേരത്ത് അവർ നമ്മളോട് ഇതിന്റെ പേപ്പർ തന്നെ ഇങ്ങനെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ചോദിക്കും. അപ്പൊ എല്ലായിടത്തും ഇപ്പൊ സ്മാർട്ട് ഒക്കെ ആയിട്ട് പിന്നെ വേറെ കാര്യമുണ്ട്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവര് പറയുന്ന മൊത്തം കേൾക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെ ഇരിക്കുന്ന സാധനമല്ലേ, അത് അങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയാനാ അവരോട്. അപ്പുറത്തെ സൈഡ് പോലീസ് പിടിച്ചിട്ടിട്ടുണ്ട് അതിനെ ബാരിക്കേഡ് ഇട്ടിട്ട്. ഇവന്മാര് പോലീസുകാരെ എന്നെ ബാരിക്കേഡ് ഇട്ട് റോഡ് തടയും. അങ്ങനെ ഈ ഹൈവേ മൊത്തം ബ്ലോക്കാണ്. അല്ലാതെ വണ്ടി ഓടിയിട്ടും റോഡ് പണിയുടെ ബ്ലോക്ക് ഒന്നും അല്ല. ഇപ്പൊ എന്താ ഈ സൈഡ് ഫുള്ള് ചാലുവാണ്, ഒരു കുഴപ്പമില്ല. ആ സൈഡ് മൊത്തം ഇതാ ഇപ്പം തുടങ്ങിയ ബ്ലോക്കാണ്. മിക്കവാറും അത് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേന് ഫുള്ള് ബ്ലോക്കാവും. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞ പോലെ ഇവര് റോട്ടിൽ കിടന്ന് തുറക്കും. അങ്ങനെ ഫുള്ള് ബ്ലോക്ക് ആവും. ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഇവനെ സൈറിലടിക്കുന്നവനെ ആ വണ്ടി എന്നാ ആ മുന്നത്തെ UP വണ്ടി അല്ലോ സാധാ വണ്ടി അവനെ അവിടെ സറിഞ്ഞിട്ടാണല്ലോ പോന്നെ. ഇവിടെ എല്ലാ ആൾക്കാരും ഇതേപോലെ സയറിനിട്ടാട്ടോ പോവാ വണ്ടിക്കല്ലേ.
ഇതെന്താ സംഭവിച്ചേ? ഇത് ഭക്ഷണം കഴിക്കാൻ വല്ല നിർത്തിയതായിരിക്കും. ഭക്ഷണം കഴിക്കാൻ നിർത്തിയതായിരിക്കും. എന്തുപോലും ആളോ? ആ 2 വണ്ടി ഡൽഹി വണ്ടിയാണ് ഇതെല്ലാം. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ നിർത്തിയാണ്. ഇവരെന്തിനാ സൈഡ് ഇടുന്നേ? അത് എനിക്കും അറിയില്ല. നമ്മുടെ വണ്ടിയുടെ വെക്ക് വന്ന് സൈഡ് അടിച്ചാൽ ഞങ്ങൾ ഒതുക്കി കൊടുത്തു. അന്നപ്പോഴാണ് അവർ കയറിപ്പോയത്. പുതിയ ടെക്നോളജി നോക്കിയേ. നമ്പർ പ്ലേറ്റ് വൈപ്പ് ചെയ്യുന്ന UP ഇന്നോവ ടെക്നോളജി അടിപൊളി കേട്ടോ. ഇത് അറിയുന്നുണ്ടാവില്ല. മേളിൽ നിന്ന് തന്നെ വീടായിരിക്കും. അതാ വൈപ്പ് ചെയ്തോണ്ടിരിക്കുക പുള്ളിക്കാരൻ. അയ്യടാ നിർത്തിയത് പറഞ്ഞാലോ നമുക്ക്. മുന്നോട്ട് വന്നപ്പോഴത്തേനും ഭയങ്കര തിരക്കാണല്ലോ ഇവന്. മണ്ണിക്കൂടിയാ ഈ ഏഷ്യൻ ഹൈവേ ഏകദേശം ഒരുമാതിരി മലേഷ്യ വരെ ഉണ്ട്. ആ ഇത് തായ്ലൻഡില് നമ്മൾ ഓടിച്ചു. ഈ സെയിം വണ്ടി ഉണ്ട്. മലേഷ്യയിൽ ഓടിച്ചു. കംബോഡിയ ലാവോസിലൊക്കെ ഉണ്ടല്ലേ? കംബോഡിയ ഓടിച്ചു, ലാവോസിൽ ഓടിച്ചു. സെയിം വണ്ടി. ഏകദേശം ഈ മറ്റേ ഈ 1 നമ്പർ റോഡ് നമ്മൾ ഏകദേശം എൻഡ് വരെ ഏകദേശം ഓടിച്ചിട്ടുണ്ടല്ലേ? പിന്നെ അടുത്ത മുടിഞ്ഞ ഉമ്മാർക്ക് എന്നാ ഭ്രാന്താണോ? इधर का आमी नहीं है इधर का आमी नहीं है. उधर അപ്പുറം പോയിരിക്കണു. ഉമ്മാർക്ക് എന്നാ അതാ വണ്ടി നോക്കുന്നു. അവർക്ക് ഇഷ്ടമുണ്ട് അവർ തടഞ്ഞിടും. ഈ പ്രാവശ്യം മാത്രം അവർ തടഞ്ഞില്ല. എന്ത് പറ്റി? ഇന്നത്തേനുള്ള കാശായെന്നാണ് തോന്നുന്നത്. ഇന്നത്തേനുള്ള കാശായെന്ന് പറഞ്ഞത് അല്ലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും പാസിൽ പോകുന്നവനെയാ. ഇവർക്ക് ഫുള്ളൊന്നും കിട്ടുമൊന്നുമില്ല. ആണോ? നമ്മളും വലിയ ഉദ്യോഗസ്ഥരാണ്. നമുക്കും പാസ് തരാൻ പറഞ്ഞാൽ നമുക്ക് നമുക്കൊരു പേപ്പർ കാണിച്ചു തരാം. നീട്ട് കാലി പേപ്പർ കാണിക്കുമല്ലോ. വിടുന്നു. ജാർഖണ്ഡ് എവിടെ? നമ്മൾ ജാർഖണ്ഡിന്റെ RT ഓഫീസും പോലീസ് ഓഫീസും നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടാവും അല്ലേ? നല്ല വെൽക്കം അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആണോ? ഞാനൊരു പോലീസുകാരായിരിക്കും വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കുന്നത്. ഈ ശരീരത്തിന് ഒരു തുള്ളി തല്ല്. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ ജാർഖണ്ഡില് ഈ കാണുന്ന ജിയോ പെട്രോൾ പമ്പിന്റെ തൊട്ട് ഫ്രണ്ട് നിർത്തി. ഇവിടെ എണ്ണയ്ക്ക് വില കൂടുതലാണ് കേട്ടോ. ബംഗാളിലും ഇവിടെ 95 അവിടെ 93 ഉണ്ടായിരുന്നു ഡീസലിന്. ഇവിടെ 100 രൂപ പെട്രോളിന് കേട്ടോ. കുറയൂല്ലേ ഇപ്പം 10 രൂപ അല്ലേ? ഗൈസ് നോക്കൂ, ഈ കാണുന്ന പമ്പ് ഇവരെ ജിയോക്കാർ ഒരിക്കലും വണ്ടി ഉള്ളിടാൻ സമ്മതിക്കില്ല കേട്ടോ. ഞങ്ങളെ പോലുള്ളവർ ഇങ്ങനെ മാറി അല്ലേ? ഇതേപോലെ ഞങ്ങൾ ഈ കാണുന്ന ഫ്രണ്ടിലാണ് വണ്ടി ഇട്ടാക്കുന്നത്. ഈ പുള്ളിക്കാരൻ അതേപോലെ തന്നെയാണ്. അവരുടെ വണ്ടിയല്ല വേറെ ഒന്നും. ചില സ്ഥലങ്ങളിൽ ഇടിക്കില്ല, ചില സ്ഥലങ്ങളിൽ ബേക്ക് പാർക്കിംഗ് ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ അതുണ്ടാവൂല. ഇവിടെ ആവുമ്പോൾ നല്ല അല്ലേ? ഇവിടെ ആവുമ്പോൾ നല്ല പിന്നെ ബാത്റൂമും അതുപോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അല്ലേ? ഗൈസ് നോക്കൂ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വണ്ടി ഇട്ടാക്കുന്നത്. എന്തായാലും നമുക്ക് കയറി കിടന്നു അല്ലേ? ഗൈസ് അത്യാവശ്യം നല്ല രീതിയിൽ കോട ഉണ്ടല്ലോ ലിവിനെ. ജാർഖണ്ഡിൽ നല്ല തണുപ്പാ. ജാർഖണ്ഡ് മാത്രമല്ല, ഇപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഇപ്പൊ തണുപ്പ് കൂടുതലാണ് അല്ലേ? നോക്കൂ, ഫൈനലി ഞങ്ങൾ കിടക്കാണ്ടി പോകണം. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഈ വണ്ടിക്കാർ സ്ലീപ്പിംഗ് ബാഗും അതുപോലെ തന്നെ കോട്ട് സാധനങ്ങളെല്ലാം 2 വീടിനുള്ള സാധനം ഈ വണ്ടിയിനകത്തുണ്ട് അല്ലേ? ഗൈസ് മറ്റേ വണ്ടിയിലുള്ള പോലെ തന്നെ ഈ വണ്ടിയിലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ നമ്മള് ഇതിന്റെ അകത്ത് സാധനങ്ങളുള്ളത് നന്നായില്ല, നമ്മൾ പെട്ടുപോയനെ. കാരണം അത്രയ്ക്കും രീതിയിലുള്ള തണുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ കോട്ടുണ്ട് കേട്ടോ പുറത്ത്. കാരണം അത്രയ്ക്കും രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം വണ്ടിയൊക്കെ പുറത്ത് വന്ന് ഇപ്പൊ ഉണ്ട് കേട്ടോ. ക്ലിയൻസിന്റെ പമ്പ് ഇത് ഞാൻ കറക്റ്റ് പറയാം. തായ്ലൻഡ് ആ റിങ്ങിന്റെ അവിടുന്ന് അല്ലെ? ആ കഴുത്ത റിങ് ഉണ്ട് അവിടുന്ന്. കൈസ് നോക്കൂ, അതായതുണ്ടല്ലോ ക്ലിയൻസിന് തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. അടയ്ക്കുന്നില്ലെന്ന് തോന്നുന്നു. 24 hours പമ്പാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നല്ല ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൈസ് നോക്കൂ, എന്തായാലും നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. അതന്നെ.